അസ്സലാമലൈക്കും വറഹമത്തുള്ള. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് 7ാം ക്ലാസ് പൊതുപരീക്ഷയിലെ ഫിഖ്ഹിൽ ഏതൊക്കെ രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് എന്നതിനെക്കുറിച്ചാണ്. തുടർന്നും മറ്റു വിഷയങ്ങളുടെ വീഡിയോ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനം നിങ്ങളുടെ പ്രോത്സാഹനമായ സബ്സ്ക്രൈബും കമൻറ്റുമാണ്. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് വിനയത്തോടെ അറിയിക്കും. ആദ്യമായി 2 വർഷങ്ങൾക്ക് മുന്നേ ഫിഖ്ഹിൽ പൊതുപരീക്ഷയ്ക്ക് ചോദിച്ച ഒരു മോഡൽ ചോദ്യപേപ്പർ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. യോജിപ്പിക്കാം ബ്രാക്കറ്റിൽ 3 മുക്കല്ലഫാവുക 2 അറഫ ദിവസം 8 എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഹജ്ജും ഉംറയും നിർബന്ധമാകാനുള്ള ഷർത്ത് ഡാഷ് മുക്കല്ലഫാവുക എന്നുള്ളതാണ്. 2 നോമ്പിൻ്റെ ഫർളുകൾ 2 എണ്ണമാണ്. ദുൽഹിജ്ജ 9 അഥവാ അറഫ ദിവസം. സക്കാത്തിൻ്റെ അവകാശികൾ 8 ആണ്. 5 സഈൻ്റെ ഷർത്തുകൾ 3 എണ്ണമാണ്. വളരെ എളുപ്പമുള്ളതാണ്, ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ ശരി അടയാളപ്പെടുത്താം. അപ്പോൾ ശരിയായതിൻ്റെ നേരെ നമ്മൾ ടിക്കറ്റ് കൊടുത്താൽ മതി. ഒന്നാമത്തത് നോക്കൂ. മൻ ഹജ്ജ വലം യസുർനി ഫഖദ്. ഒരാൾ ഹജ്ജ് ചെയ്തു, അവൻ എന്നെ സന്ദർശിച്ചില്ല. അങ്ങനെയെങ്കിൽ ഫഖദ് ജഫാനി, അവൻ തീർച്ചയായും എന്നെ അകറ്റി നിർത്തിയവനാണ്. കഫാനി എന്നുണ്ട്, അസാനി എന്നുണ്ട്. അതിൽ ശരിയായത് ജഫാനി എന്നുള്ളതാണ്. 2 ഹജ്ജിന് ഇഹ്റാം ചെയ്ത സ്ത്രീക്ക് ഹറാമാണ് വെള്ളം കുടിക്കൽ, മുടി മറക്കൽ, മുഖം മറക്കലാണ് ഹറാമായിട്ടുള്ളത്. 3 ഒരു മീക്കാത്തിൻ്റെ പേര് ത്വായിഫ്, മദീന, യലംലമാണ് ശരി. 4 നോമ്പിന് വേണ്ടി അത്തായം കഴിക്കൽ വാജിബ്, സുന്നത്ത്, കറാഹത്ത് സുന്നത്താണ്. 5 ഒരു തയമ്മം കൊണ്ട് എത്ര ഫർള് നിസ്കരിക്കാം? 2, 4, 1. ഒരൊറ്റ ഫർള് നിസ്കാരമേ ഒരു തയമ്മം കൊണ്ട് പറ്റൂ. സുന്നത്ത് എത്രയുമാവാം. മൂന്നാമത്തെ ചോദ്യം നോക്കാം. വിധി എഴുതാനാണ്. ഒന്നാമത്തത് മക്കയിൽ പ്രവേശിക്കാൻ കുളിക്കൽ സുന്നത്താണ്. 2 സക്കാത്തുൽ ഫിത്ർ, നമ്മൾ പെരുന്നാളിൻ്റെ തലേ ദിവസം കൊടുക്കുന്ന അതുണ്ടല്ലോ, വാജിബാണ്. 3 അയ്യാമുത്ത് ശരീക്കിൽ നോമ്പ് അനുഷ്ഠിക്കൽ. ദുൽഹിജ്ജ 10 പെരുന്നാളാണ്. 11, 12, 13 ഈ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കൽ ഹറാമാണ്. 4 ഫർള് നോമ്പിന് രാത്രി നിയ്യത്ത് ചെയ്യൽ വാജിബാണ്. സുന്നത്തിന് നമുക്ക് ഉച്ചയ്ക്ക് മുന്നേ വെക്കാം. 5ാമത്തത് കാരണം കൂടാതെ സക്കാത്തുൽ ഫിത്റിനെ പെരുന്നാൾ നിസ്കാരത്തെ തൊട്ട് പിന്തിപ്പിക്കൽ കറാഹത്താണ്. നിസ്കാരത്തെ തൊട്ട്, ആ സൂര്യാസ്തമയത്തെ തൊട്ട് കാരണം കൂടാതെ പിന്തിപ്പിക്കൽ ഹറാമാണ്. 4ാമത്തെ ചോദ്യം 1 ഫമൻ ഷഹിദ മിൻകുമു ഷഹ്റ ഡാഷ്. നിങ്ങളിൽ നിന്നൊരാൾ നോമ്പിൻ്റെ മാസത്തിലായാൽ ഫൽ യസുംഹു, അവൻ നോമ്പനുഷ്ഠിക്കട്ടെ. 2 ഓമൻ മൻ ലം യദഅ ഖൗല സൂരി, മോശമായ വാക്കുകൾ, വൽ അമലി ബിഹി, മോശമായ പ്രവൃത്തികൾ, ഇതൊക്കെ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ, അള്ളാഹ്ക്കൊരു ആവശ്യവുമില്ല എന്തിൽ? ഫി അൻ യദഅ തആമുഹു വ ശറാബുഹു, ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കി നോമ്പനുഷ്ഠിക്കുന്നതിൽ അള്ളാഹ്ക്കൊരു കാര്യവുമില്ല. ഇനി നമ്മൾ വായിക്കുന്നത് 5ാമത്തെ ചോദ്യമാണ്. ഉത്തരം എഴുതാനാണ്. ഒന്നാമത്തത് തയമ്മമിൻ്റെ അവയവങ്ങൾ ഏതെല്ലാം? മുഖം, 2 കൈ, ഇത് മാത്രമേ ഉള്ളൂ തയമ്മമിൻ്റെ അവയവങ്ങൾ. 2 കൈകളിൽ മുറിവുണ്ടായാൽ എത്ര തയമ്മം വേണം? ഒരു തയമ്മം മതി. 3ാമത്തത് മുഖഫഫായ നജസ് എന്നാൽ എന്താണ്? 2 വയസ്സ് പൂർത്തിയാകാത്ത, പാലല്ലാത്ത, മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം. 4ാമത്തത് ഒരു സ്വാഗ് എത്ര ലിറ്ററാണ്? 3 ലിറ്റർ 200 മില്ലി ലിറ്റർ. 5ാമത്തത് നോമ്പിൻ്റെ ഫർളുകൾ എത്ര, ഏതെല്ലാം? 2 ഫർളുകളാണ്. 1 നീയത്ത്, 2 നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കുക. 6 ഇഫ്രാദ് എന്നാൽ എന്ത്? ആദ്യം ഹജ്ജും പിന്നെ ഉംറയും ചെയ്യുക, ഇതാണ് ഇഫ്രാദ്. 7ാമത്തത് ത്വവാഫിൻ്റെ ഷർത്തുകൾ എത്ര? 8 ആകുന്നു. 8ാമത്തേത് ത്വഹാറത്തിൻ്റെ ശരഈയായ അർത്ഥം. അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തലാണ് ത്വഹാറത്തിൻ്റെ ശരഈയായ അർത്ഥം. 6ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ വ്യക്തമാക്കാം. 1
സ്വർണത്തിൽ സക്കാത്ത് നിർബന്ധമാകാനുള്ള കണക്ക് 85 ഗ്രാം. 2. എഴുത്തിക്കാഫ് നിസ്കാരത്തിൻ്റെ തുമനീനത്തിനേക്കാൾ കൂടുതൽ സമയം നിയ്യത്തോടുകൂടെ പള്ളിയിൽ താമസിക്കൽ. ഇതാണ് എഴുത്തിക്കാഫ്. 3. അറഫയിൽ നിൽക്കേണ്ട സമയം ദുൽഹിജ്ജ 9 ഉച്ച തിരിഞ്ഞത് മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജ്ർ വരെ. 4. ഹജ്ജിൻ്റെ വാജിബാത്തിൽ നിന്നും 2 മീക്കാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യൽ, മുസ്ദലിഫയിൽ രാപ്പാർക്കൽ, അയ്യാമുത്ത് ശരീക്കിൽ മിനയിൽ രാപ്പാർക്കൽ, ജംറയിൽ എറിയുക, ഹറാമായവ ഒഴിവാക്കുക. ഇതിൽ നിന്ന് 2 എഴുതി കൊടുത്താൽ മതി. 5. ജന്നത്തുൽ ബഖീ എവിടെ? മദീനയിൽ. 6. മിയറാജ് രാവ് റജബ് 27 രാവ്. 7. അൽ ഖാഫിഖാനി. എന്താണ് ഖാഫിഖാനി എന്ന് പറഞ്ഞാൽ? അൽ മഷ്രിഖ് വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറും. 8. മദീന പള്ളിയിൽ കടക്കേണ്ടത് ഏത് വാതിൽ കൂടിയാണ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വാതിൽ കൂടി. ഇനി മറ്റൊരു വർഷത്തിലെ ഫിഖിൻ്റെ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. 1. യോജിപ്പിക്കാം. ബ്രാക്കറ്റിൽ ഇസ്തിഹാദത്ത്, ഹൈള് 3, 4, മുഅല്ലദ്, മുത്തവസിത്ത്. മുഅല്ലദ് പറഞ്ഞാൽ കട്ടി കൂടിയത്, മുത്തവസിത്ത് പറഞ്ഞാൽ മിഡിൽ, മധ്യത്തിലുള്ളത്. 1. വലിയ അശുദ്ധിയുടെ കാരണം ഹൈളാണ്, അതിൽ യോജിച്ചത്. 2. നിസ്കാരം ഒഴിവാക്കാനുള്ള കാരണമല്ല ഇസ്തിഹാദത്ത്, അതൊരു രോഗരക്തമാണ്, അതുകൊണ്ട് നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂല, ഹൈള് നിഫാസ് പോലെ. 3. കഠോരമായ നജസ്, മുഅല്ലദായ നജസാണ് കഠോരമായ ശക്തിയേറിയ നജസ്. 4. സക്കാത്തിൻ്റെ അവകാശികളുടെ ഷർത്തുകൾ എത്രയാണ്? 3 5. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ 4 അതിൽ തന്നെ 2ാമത്തെ ചോദ്യം നോക്കൂ. ശരി അടയാളപ്പെടുത്താം, ടിക്കറ്റ് കൊടുത്താൽ മതി, വളരെ എളുപ്പമാണ്. 1. തയമ്മുമിന് മണ്ണ് അടിച്ചെടുക്കൽ എന്താണ്? ഫറല്, സുന്നത്ത്, ഷർത്ത്. തയമ്മുമിൻ്റെ ഫറലാണ് മണ്ണടിച്ചെടുക്കൽ. 2. ആമാശയത്തിൽ എത്തിയ ശേഷം ഛർദ്ദിച്ചത്. മുഅല്ലദാണോ മുത്തവസിത്താണോ മുഖഫഫാണോ? മുത്തവസിത്ത്, ഒരു മിഡിൽ വരുന്നതാണ്, മധ്യത്തിൽ വരുന്നതാണ്. 3. ഇസ്ലാമിൻ്റെ 3ാമത്തെ ഫറല് വളരെ എളുപ്പമാണ്, സൗമു സ്വലാത്ത് സക്കാത്താണ്. 4. സക്കാത്തിൻ്റെ അവകാശികൾ 14, 8, 6. കഴിഞ്ഞ ചോദ്യപേപ്പറിലും വന്നതാണ്, 8 ആൻസർ. 5. മുഹ്രിമ് സുഗന്ധം ഉപയോഗിക്കൽ അഥവാ ഇഹ്റാമിൽ പ്രവേശിച്ച ആൾക്ക് സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്താണ്, ജായിസാണ്, ഹറാമാണ്, സുഗന്ധം പൂശാൻ പാടില്ല. 3ാമത്തെ ചോദ്യം വിധി എഴുതാനാണ്. അതിൻ്റെ നിയമങ്ങൾ ഏതാ എന്ന് വെച്ചാൽ അത് എഴുതി കൊടുക്കുക. 1. തൊവാഫിൽ ഹജറുൽ അസ്വദ് തൊട്ടുമുത്തൽ സുന്നത്താണ്. 2. സഈ പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിപ്പിക്കൽ കറാഹത്താണ്. 3. വകതിരിവില്ലാതെ മുസ്ഹഫ് തൊടുന്നതിൽ നിന്ന് തടയൽ വാജിബാണ്. 4. ഹൈദുകാരി നോമ്പനുഷ്ഠിക്കൽ ഹറാമാണ്, ചെയ്യാൻ പാടില്ല. 5. ജന്നത്തുൽ ബഖീയിൽ എന്നും സിയാറത്ത് ചെയ്യൽ സുന്നത്താണ്. ഇനി 4ാമത് നോക്കാം, പൂർത്തിയാക്കാനാണ്. വിട്ട ഭാഗത്ത് നമ്മൾ എഴുതി കൊടുക്കണം. 1. ലൈസ അല നിസായി ഹൽക്കുൻ ഡാഷ്. സ്ത്രീകൾക്ക് വടിക്കലില്ല, തലമുടി വടിക്കലില്ല. ഇന്നമാല നിസായി തക്സീറുൻ, വെട്ടിക്കൊടുക്കലാണ് മുടി. 2. വല്യത്തവഫു ഡാഷ് ബിൽ ബൈത്തിൽ അതീഖ്, കാബയിൽ നിങ്ങൾ തവാഫ് ചെയ്യുക. 3. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി, അള്ളാഹുവിനിക്ക് ജനങ്ങളുടെ മേൽ നിർബന്ധമായതാണ്. മനിസ്തതാ ഇലൈഹി സബീല, കഴിവുള്ള ആളുകൾ ഹജ്ജ് ചെയ്യുക, കഅബത്തിങ്കൽ വന്ന് ഹജ്ജ് ചെയ്യുക എന്നത്. 4. നബൈതു സൗമ ഓദിൻ അൻ അദായി ഫർളി റമദാനി ആദിഹി സനത്തി ലില്ലാഹി തആല, വളരെ എളുപ്പമുള്ളതാണ്. 5ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഉത്തരം എഴുതാം. 1ാമത്തെ ചോദ്യം, മക്കയിലുള്ളവരുടെ ഹജ്ജിൻ്റെ മീക്കാത്ത് മക്ക തന്നെയാണ്. 2. ബലി എന്നാൽ എന്ത്? ഉളുഹിയത്തിന് മതിയാകുന്ന ഒരു ആടിനെ അറുക്കലാണ് ബലി. 3. രാത്രി തന്നെ നിയ്യത്ത് വേണം. ഏത് നോമ്പിന്? ഫർള് നോമ്പിന്. 4. ഹജ്ജിൻ്റെ വാജിബാത്തുകളുടെ എണ്ണം 5. 5. സക്കാത്തുൽ ഫിത്റിൻ്റെ മറ്റൊരു പേരാണ് സക്കാത്തുൽ ബദന്, ശരീരത്തിൻ്റെ മേലുള്ള സക്കാത്ത്. 6. 5 ഒട്ടകങ്ങൾക്ക് നൽകപ്പെടാവുന്ന സക്കാത്ത് എത്രയാണ്? ഒരു ആട്. 7. ധാന്യങ്ങളിൽ സക്കാത്തിൻ്റെ ലിറ്റർ കണക്ക് എത്രയാണ്? 960 മില്ലിലിറ്റർ. 8. സുർക്കയാവൽ കൊണ്ട് ശുദ്ധിയാകുന്ന നജസ്, ലഹരി ദ്രാവകങ്ങൾ. 9. വുളു ഇല്ലാത്ത അവസ്ഥക്ക് പറയുന്ന പേരെന്താണ്? ചെറിയ അശുദ്ധി. 10. ഒരു തയമ്മം കൊണ്ട് എത്ര ജനാസ നിസ്കരിക്കാം? എത്രയും ആവാം, പക്ഷേ ഫർള് ഒന്നേ പറ്റൂ, ഫർള് നിസ്കാരം.
ആറാമത്തത് നോക്കൂ, വ്യക്തമാക്കാനാണ്. ഒന്നാമത്തത് ഇസ്തിഹാദത്ത്. എന്താണ് ഇസ്തിഹാദത്ത്? ഹൈലിൻ്റെയോ നിഫാസിൻ്റെയോ സമയങ്ങളിൽ അല്ലാതെ രോഗം കാരണം സ്ത്രീകളിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് ഇസ്തിഹാദത്തിൻ്റെ രക്തം. രണ്ടാമത്തത് ഇഅ്തികാഫ്. നിസ്കാരത്തിൻ്റെ തുമനീനത്തിനേക്കാൾ കൂടുതൽ സമയം നിയ്യത്തോടുകൂടെ പള്ളിയിൽ താമസിക്കൽ. ഇതാണ് ഇഅ്തികാഫ്. കഴിഞ്ഞ പരീക്ഷയ്ക്കും കഴിഞ്ഞ പേപ്പറിലും ഇതേ ചോദ്യം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുക. മൂന്നാമത്തത് നോമ്പ് ഹറാമാകുന്ന ദിവസങ്ങൾ. 2 പെരുന്നാൾ ദിവസം, അയ്യാമു തശ്രീഖിൻ്റെ ദിവസം, ഷെക്കിൻ്റെ ദിവസം, സംശയത്തിൻ്റെ ദിവസം. നാലാമത്തത് മിസ്കീന്. ആരാണ് മിസ്കീന്? ചിലവിൻ്റെ 80% പരിഹരിക്കുന്ന ധനമോ ജോലിയോ ഉള്ളവനാണ് മിസ്കീന്. അഞ്ചാമത്തത് കിറാൻ. എന്താണ് കിറാന്? ഹജ്ജിനും ഉംറക്കും ഒരുമിച്ച് ഇഹ്റാം ചെയ്യുന്നതിനാണ് കിറാൻ എന്ന് പറയുന്നത്. ഏറ്റവും അവസാനത്ത് നോക്കൂ, സാരം എഴുതാനാണ്. 1 അഹബ്ബു ഇബാദി ഇലയ്യ അഅ്ജലുഹും ഫിത്ര. എൻ്റെ അടിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ നോമ്പ് തുറക്കൽ ഉളരിപ്പിക്കുന്നവരാണ്, നോമ്പ് വേഗത്തിൽ തുറക്കുന്നവരാണ്. മൻ ഹജ്ജ വലം യസൂർനി ഫഖദ് ജഫാനി. ഇത് കഴിഞ്ഞ പേപ്പറിൽ നമ്മൾ വായിച്ചതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾ ഹജ്ജ് ചെയ്ത് അവന് എന്നെ സിയാറത്ത് ചെയ്തില്ല, എന്നാൽ അവൻ എന്നോട് പിണങ്ങിയവനാണ്. മുന്നേ നടന്ന 2 പരീക്ഷയുടെ ചോദ്യപേപ്പർ നമ്മളിപ്പോൾ ആൻസർ ചെയ്തു. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് പരീക്ഷയുടെ ചോദ്യങ്ങൾ വരുന്നത്. ഇത് മാത്രം നമ്മൾ ആശ്രയിക്കരുത്. പ്രധാനമായും കൂടുതൽ ചോദ്യം വരുന്നത് എല്ലാ പുസ്തകത്തിൻ്റെയും അവസാനത്തെ 4 പാഠത്തിൽ നിന്നാണ്. അത് നമ്മൾ നന്നായി പഠിക്കണം. പിന്നെ മുഴുവൻ മാർക്കും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പുസ്തകത്തിൻ്റെ എല്ലാ പാഠവും കിതാബിൻ്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കണം. എങ്കിലേ നമുക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റൂ. അള്ളാഹു എല്ലാവർക്കും ഖൈറായ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്.